ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിജിറ്റൽ ആസ്പെക്റ്റിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഡിജിറ്റൽ ആസ്പെക്റ്റ് എന്താണ്? മീസിയൽ ആസ്പെക്റ്റുമായിട്ട് ഡിജിറ്റൽ ആസ്പെക്റ്റും മീസിയൽ ആസ്പെക്റ്റിനെ പോലെ തന്നെയാണ്, എക്സെപ്റ്റ് ദാറ്റ് ദ കർവേച്ചർ ലൈൻ ഓഫ് കർവേച്ചർ, സർവൈക്കൽ ലൈൻ ഓഫ് കർവേച്ചർ ഉണ്ടല്ലോ, അതെന്താണ്? കുറവാണ്. ഇവിടെ ഡിജിറ്റലിൽ ഈ സർവൈക്കൽ ലൈൻ ഓഫ് കർവേച്ചർ കുറവാണ്, പക്ഷേ മീസിയൽ അത് കൂടുതലാണ്. സർവൈക്കൽ ലൈൻ ഓഫ് കർവേച്ചർ കുറവാണ്, പക്ഷേ ഇവിടെ കൂടുതലാണ്. ഇനി മീസിയൽ നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, മീസിയൽ സർഫസ് എന്താണ്? കോൺകേവ് ആണ്. പക്ഷേ സർവൈക്കൽ ലൈൻ തൊട്ട് മീസിയൽ കോണ്ടാക്റ്റീരി വരെ ചെറിയൊരു കോൺകേവിറ്റി ഉണ്ട് അല്ലേ? ചെറിയൊരു കോൺകേവിറ്റി ഉണ്ട്. പക്ഷേ ഈ ഡിജിറ്റൽ സർഫസിൻ്റെ അകത്ത് എന്താണ്? ആ കോൺകേവിറ്റി മോർ പ്രൊമിനൻ്റ് ആണ്. അത് 2 പോയിൻ്റേ ഉള്ളൂ. ഇതും ഡിജിറ്റൽ സർഫസും മീസിയൽ സർഫസും സിമിലർ ആണ്. പക്ഷേ ഈ സർവൈക്കൽ ലൈൻ കർവേച്ചർ ഇവിടെ കുറവാണ്, ഇവിടെ കൂടുതലാണ്. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു സർവൈക്കൽ ലൈൻ മുതൽ മീസിയൽ കോണ്ടാക്റ്റേരി വരെ ഒരു കോൺകേവിറ്റി ഉണ്ട്, ബാക്കിയൊക്കെ കോൺവെക്സ് ആണ്. ഏത്? മീസിയൽ സർഫസ്. പക്ഷേ ഇവിടെ ആ കോൺകേവിറ്റി കുറച്ചുകൂടെ പ്രൊമിനൻ്റ് ആണ്. ഓക്കെ, similar to the mesial aspect, except that the cervical line curvature is less, distal marginal ridge is larger and more regular in outline. Okay, distal marginal ridge കുറച്ചുകൂടെ larger ആണ്, prominent ആണ്. Distal surface of the crown has more prominent concavity between distal contact area and the cervical line. പറഞ്ഞ 2 പോയിൻ്റ്, ആ ഡിഫറൻസ് നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി ഇൻസൈസൽ ആസ്പെക്റ്റ് ആണ്. ഇൻസൈസൽ ആസ്പെക്റ്റ് ഇൻസൈസൽ ആസ്പെക്റ്റിൽ എന്താ പറയേണ്ടത്? ഇതാണ് ഡിസ്റ്റൽ സൈഡ്, ഇതാണ് മീസിയൽ സൈഡ്. ലേബിയൽ ലിംഗ്വൽ ഡയമെൻഷൻ, അതായത് ഇങ്ങനെയുള്ള ഡയമെൻഷനാണ് എന്ത്? മോർ, ഈ ഡയമെൻഷനാണ് കൂടുതൽ ഈ ഡയമെൻഷനേക്കാളും. ലേബിയോ ലിംഗ്വൽ ഡയമെൻഷനാണ് കൂടുതൽ മീസിയോഡിസ്റ്റൽ ഡയമെൻഷനേക്കാളും. ലേബിയോ ലിംഗ്വൽ ഡയമെൻഷനാണ് കൂടുതൽ മീസിയോഡിസ്റ്റൽ ഡയമെൻഷനേക്കാളും. പിന്നെ പറയേണ്ടത് എന്താണ്? ടിപ്പ് ഓഫ് ദ ബക്കൽ കസ്പ് എന്താണ്? ടിപ്പ് ഓഫ് ദ ബക്കൽ കസ്പ് സ്ലൈറ്റ്ലി മീസിലാണ്. മീസിൽ ആൻഡ് ലേബിലാണ് ടു ദ സെൻറ്റർ ഓഫ് ദ ക്രൗൺ. സെൻറ്റർ ഓഫ് ദ ക്രൗണിന് സ്ലൈറ്റ്ലി ലേബിൽ മീസിൽ ആൻഡ് ലിംഗ്വൽ ആണ്. ടിപ്പ് ഓഫ് ദ ബക്കൽ കസ്പ് എന്താണ്? സ്ലൈറ്റ്ലി മീസിൽ ആൻഡ് ലിംഗ്വൽ ടു ദ സെൻറ്റർ ഓഫ് ദ ക്രൗൺ. സെൻറ്റർ ഓഫ് ദ ക്രൗണിന് ബക്കൽ കസ്പിൻ്റെ ടിപ്പ് കുറച്ച് മീസിയലും പിന്നെ കുറച്ച് ലിംഗ്വലും ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, മീസിയൽ ടു ദ സെൻറ്റർ ഓഫ് ദ ക്രൗൺ ഇൻ ദ മീസിയൽ ഡയറക്ഷൻ ആൻഡ് ലേബിൾ ടു ദ സെൻറ്റർ ഓഫ് ദ ക്രൗൺ ഇൻ ദ ലേബിയോ ലിംഗ്വൽ ഡയമെൻഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞാൽ മതി, കസ്പ് ടിപ്പ് ഈസ് സ്ലൈറ്റ്ലി മീസിൽ ആൻഡ് ലിംഗ്വൽ ടു ദ സെൻറ്റർ ഓഫ് ദ ക്രൗൺ. ഇനി എന്താണ്? ലേബിൾ റിഡ്ജ് എന്താണ്? പ്രൊമിനൻ്റ് ആണ്. ലേബിൾ റിഡ്ജ് പ്രൊമിനൻ്റ് ആണ്. ആൻഡ് സർവൈക്കൽ 1/3 ഓഫ് ദ ലിംഗ്വൽ സർഫസ് ഈസ് ഫോംഡ് ബൈ സിംഗുലം. ഇതാണ് സിംഗുലം. സർവൈക്കൽ 1/3 ഫോം ചെയ്യുന്നത് സിംഗുലം കൊണ്ടാണ്. ലിംഗ്വൽ സർഫസ് നാരോ ആണ് കമ്പയർഡ് ടു ദ ലേബിൾ സർഫസ്. ദാറ്റ്സ് ഓൺലി.